എന്നാൽ അന്താരാഷ്ട്ര സ്വന ലിപിമാല, ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആയിട്ടുള്ള ആൽഫബറ്റ്, ഇൻ്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് കൃത്യമായിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കാണാൻ സാധിക്കും. അതിൽ ഈ കൃഗത്തിൽ ഉണ്ടാകുന്ന ഒരു സ്പർശത്തിന് കൂടി ഒരു ചിഹ്നം നമുക്ക് കാണാം. അതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളത്തിൻ്റെ ഉച്ചാരണത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അതിന് ഒരു പ്രസക്തിയും ഇല്ല. പിന്നെ നമുക്ക് കാണാവുന്ന വേറൊരു സവിശേഷത, വായിൽ നിന്ന് മൂക്കിലേക്കുള്ള അല്ലെങ്കിൽ തൊണ്ടയിൽ നിന്ന് മൂക്കിലേക്കുള്ള വഴി അടഞ്ഞാണോ ഇരിക്കുന്നതോ തുറന്നാണോ ഇരിക്കുന്നത് എന്ന്. വായിൽ നിന്ന് അഥവാ തൊണ്ടയിൽ നിന്ന് മൂക്കിലേക്കുള്ള വഴി എന്ന് ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞു. ഇതിന് നാസാഗളം എന്ന് വേണമെങ്കിൽ പറയാം. മൂക്കും ഗളവും തമ്മിൽ, മൂക്കും തൊണ്ടയും തമ്മിൽ യോജിക്കുന്ന ഭാഗം, അത് തുറന്നാണോ ഇരിക്കുന്നത് അടഞ്ഞാണോ ഇരിക്കുന്നത്? അത് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സ്വരങ്ങളെല്ലാം വായിലൂടെ പുറപ്പെടും. അത് തുറന്നിരിക്കുകയാണെങ്കിലോ, എന്നിട്ട് വായ എവിടെയെങ്കിലും വെച്ച് അടഞ്ഞിട്ടും ഉണ്ടെങ്കിൽ അനുസ്വാരങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ആണ് ഒരു അനുസ്വാരം. ഇനി മിനുങ്ങുന്നു എന്ന് നമ്മൾ പറയുന്നു എന്നൊക്കെയാ. മലയാളത്തിൽ മിനുങ്ങുന്നു എന്ന് സുഖമായിട്ട് പറയാവുന്ന ഒരു വാക്കാണ്. ഈ മിനുങ്ങുന്നു എന്ന് പറയുമ്പോൾ മാ അനുസ്വാരമാണ്, ന അനുസ്വാരമാണ്, ഇങ്ങ അനുസ്വാരമാണ്, ന അനുസ്വാരമാണ് അല്ലേ? പക്ഷേ ഈ അനുസ്വാരങ്ങൾക്കിടയ്ക്കുള്ള സ്വരങ്ങളോ മീ എന്ന് പറയുന്നത് ഈ ഉച്ചരിക്കുമ്പോൾ ഈ നാസാഗളം തൊണ്ടയിൽ നിന്ന് മൂക്കിലേക്കുള്ള ആ വാതിൽ ഒരല്പം അടഞ്ഞിരിക്കും. അല്പം അടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം തുറന്നിരിക്കുക എന്നാണ് അർത്ഥം അല്ലേ? മാത്തമാറ്റിക്കലായിട്ട് ദ ഡോർ ഈസ് ഹാഫ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ ഡോർ ഈസ് ഹാഫ് ഓപ്പൺ എന്നാണ് അല്ലേ? ഈ ഹാഫ് എന്നുള്ളത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ടും ഒരേപോലെയാണ് എന്ന് കണക്കാക്കിയിട്ട് വെട്ടിക്കളഞ്ഞാലോ, ഈക്വൽസിന് അപ്പുറവും ഇപ്പുറവും ഹാഫുണ്ട്, രണ്ടും വെട്ടിക്കളയാമെന്നാണ് മാത്തമാറ്റിക്സിലെ തത്വം. പക്ഷേ അത് സ്വനവിജ്ഞാനത്തിൽ ശരിയാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അല്പം ഒന്ന് തുറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്പം ഒന്ന് അടഞ്ഞിരിക്കുന്നു എന്നും കൂടി അർത്ഥം ഉണ്ടാവും. അങ്ങനെയാണ് ഈ എന്ന് പറയുന്നത്. ഞാൻ ആ എന്ന് ഉച്ചരിച്ച് കേൾപ്പിക്കാം. ആ എന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഉച്ചരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ തവണ ഞാൻ ഉച്ചരിക്കുന്ന ആ ഒരല്പം വ്യത്യാസപ്പെട്ടായിരിക്കും. എന്താണ് വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആ ആ ആ ആ ആ. മൂന്നാമത്തെ തവണ ഞാൻ ആ എന്ന് ഉച്ചരിച്ചപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത് കേട്ടിട്ടുള്ള ആൾ പറയും, സാറ് മൂക്കിൽ കൂടെയാണ് സംസാരിക്കുന്നത് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരല്പം മൂക്കിൽ കൂടി വായു പുറത്തേക്ക് വരുന്നു, പിന്നെ ബാക്കി എല്ലാം വരുന്നത് വായിലൂടെയുമാണ്. ഇതാണ് ഈ അല്പം അനുനാസികം, അല്പം അനനുനാസികം എന്ന് വേണമെങ്കിൽ ഒരു സ്വനത്തെ പറ്റി പറയാവുന്നത്. ചില ആളുകളെ പറ്റി പറയും നമ്മൾ, ആളെ കണ്ട പുരുഷനാണ് പക്ഷേ ഒരു പെണ്ണിഷ് ലുക്കാണ് എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ഒരു പെണ്ണാണ് പക്ഷേ അല്പം ആണിഷ് ലുക്കാണ് എന്ന് നമ്മൾ പറയും. പെണ്ണിഷ് എന്നും ആണിഷും എന്നുള്ളത് ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള വിശേഷണങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പോട്ടെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. മിനുങ്ങുന്നു എന്ന്. അപ്പോൾ കൃത്യമായിട്ട് മിനുങ്ങുന്നു എന്ന് ഉച്ചരിക്കണമെങ്കിൽ മകാരം കഴിഞ്ഞിട്ടല്ല ഈ ഉച്ചരിക്കുന്നത്, മായയുടെ തുടർച്ചയായിട്ടാണ് ഈ ഉച്ചരിക്കുന്നത്. മായും നിന്ന് ഈയിലേക്ക്
നമ്മുടെ സ്വനം ഒഴുകുകയാണ് ചെയ്യുന്നത്. ആ ഈയിൽ നിന്ന് നായിലേക്ക് ഒഴുകി ചെല്ലുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഊ എത്തുന്ന സമയത്ത് വീണ്ടും അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മൂക്കിൽ കൂടി ഈ വായു പുറത്തേക്ക് വരുന്നത് ഇങ്ങനെ ഒരു തരംഗ രീതിയിലാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ നമ്മുടെ ഈ സ്വനപ്രവാഹം എന്ന് പറയുന്നത് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുവിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ശരിക്കും സംഗീതം നമുക്ക് മനസ്സിലാവൂ. ഒരു സ്വനം ഉച്ചരിച്ചിട്ട് ഇത്തിരി ഗ്യാപ്പിട്ടിട്ട് നമുക്ക് പാടാൻ സാധിക്കുക ഇല്ല. ഞാൻ ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ചിലപ്പോൾ ചില കുട്ടികൾ പറയും, സാറേ താഴത്തെ ചുണ്ട് മുകളിലത്തെ ചുണ്ട് ചെന്ന് തട്ടുമ്പോഴല്ലേ ഈ പാ ഉച്ചരിക്കുന്നത്. താഴത്തെ ചുണ്ട് മുകളിലത്തെ ചെന്ന് തട്ടുന്നൊന്നുമില്ല. അങ്ങനെ കൂടെ തട്ടിക്കഴിഞ്ഞാൽ ചുണ്ട് പൊളർന്നു പോകും. ദമയന്തിയുടെയും ശകുന്തളയുടെയൊക്കെ ചുണ്ടുകൾ തളിര് പോലെ മൃദുവാണ് എന്നാണ് കവികൾ പറയുന്നത്. തളിര് പോലെ മൃദുവായിട്ടുള്ള ചുണ്ടുകളിൽ ഒന്ന് മറ്റേത് ചെന്ന് ഇങ്ങനെ തട്ടുക, അടിക്കുക, മുട്ടുക, ഇതൊന്നുമല്ല സംഭവിക്കുക. നാവിൻ്റെ തുമ്പ് ഇതുപോലെ പല്ലിൽ ചെന്ന് തട്ടുകയല്ല. ഒരു പ്രാവശ്യം ഒരുപാട് തവണ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നാവിൻ്റെ തുമ്പ് നോവും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തട്ടുകയല്ല ചെയ്യുന്നത്. ഈ ചുണ്ടും നാവിൻ്റെ പല ഭാഗങ്ങളും വായ്ക്കകത്ത് ഓരോ തരം നിലപാടെടുക്കുകയാണ് ചെയ്യുന്നത്. ആ നിലപാടെടുക്കുന്ന സമയത്ത് വായ എന്ന് പറയുന്ന ആ ഗുഹ എന്ന് തന്നെ ഞാൻ പറയും, ക്യാവിറ്റി, ആ ഗുഹയ്ക്കിടെ ആകൃതി തന്നെ മാറുന്നു. ഓരോ ആകൃതിയും അനുസരിച്ചിട്ട് ശബ്ദത്തിൻ്റെ സ്വഭാവവും മാറുന്നു. ഇത് റെസൊണൻസ് എന്നൊരു വാക്കുണ്ട്. റെസൊണൻസ് കോളം എന്നുള്ളത് ഫിസിക്സിൻ്റെ ബാലപാഠങ്ങളിൽ ഒന്ന് പഠിക്കാനുള്ളൊരു ഭാഗം ആണ്. നമ്മൾ ഒരു കിണറ്റിലേക്ക് കുനിഞ്ഞും കൊണ്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമല്ല, അല്ലാത്തപ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. നമ്മൾ ചുണ്ട് തന്നെ ഒന്ന് ഉരുട്ടിക്കൊണ്ട് ഉച്ചരിക്കുന്നു എങ്കിലെന്ത് സംഭവിക്കും? ഇപ്പം ഞാൻ തന്നെ ചുണ്ട് ഉരുട്ടിക്കൊണ്ട് സംസാരിക്കുകയാണ് എങ്കിൽ ഒരു തരത്തിലിരിക്കും ഇല്ലേ? ഞാൻ തൊണ്ട അല്പം ഒന്ന് ഇറുക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലോ. വളരെ പ്രശസ്തനായ ചെറുകഥാകൃത്ത് കാരൂരിൻ്റെ സ്വരം ഞാനിവിടെ ഓർത്തു പോകുന്നു. അദ്ദേഹം എന്നെ കണ്ടാൽ ചോദിക്കും, എന്തൊക്കെയാണ് പ്രബോധചന്ദ്രൻ, സുഖം തന്നെ അല്ലേ എന്ന്. അപ്പോൾ കാരൂരിങ്ങനെ ചോദിക്കുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് കാരൂരിൻ്റെ തൊണ്ടയിൽ ആരെങ്കിലും പിടിച്ച് ഇറുക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം തോന്നുന്നു. തൊണ്ടയിൽ ആരെങ്കിലും പിടിച്ച് ഇറുക്കുമ്പോഴാണ് ഇങ്ങനെ പ്രബോധചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വായ്ക്കകത്തും മൂക്കിലും മാറ്റം വരില്ല ഇല്ലേ? മനുഷ്യരുടെ മൂക്കൊക്കെ ഒരേപോലെ ഇരിക്കുന്നു, പക്ഷേ മൂക്കിനകത്ത് മാറ്റം വരാനൊക്കില്ല. പക്ഷേ വായ്ക്കകത്ത് മാറ്റങ്ങൾ വരും. അവിടെ സംഭവിക്കുന്ന അനുനാദം കൊണ്ടാണ്, റെസൊണൻസ് കൊണ്ടാണ് ഓരോ തരം ശബ്ദവും പുറപ്പെടുന്നത്. ചെണ്ടയുടെ തോലിൽ കമ്പിട്ട് ഇങ്ങോട്ട് കൊട്ടിക്കഴിയുമ്പോൾ ആ തോലിൽ അടിക്കുന്ന ശബ്ദമല്ല നമ്മൾ കേൾക്കുന്നത്. ചെണ്ടയുടെ കോല് ആ ചർമ്മത്തിൽ തോലിൻ്റെ അടിക്കുന്ന സമയത്ത് ചെണ്ടയ്ക്ക് അകത്ത് ഉള്ള വായുവുണ്ട്. ആ വായു കമ്പനം കൊള്ളുകയാണ് ചെയ്യുന്നത്. ആ കമ്പനമാണ് വാസ്തവത്തിൽ ഇത്ര വലിയ ശക്തി ആയിട്ട് നമ്മൾ കേൾക്കാൻ പറ്റുന്നത്. വീണയുടെ കമ്പി നമ്മുടെ വിരൽ കൊണ്ട് അങ്ങനെ പ്ലക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദമല്ല, ആ പ്ലക്ക് ചെയ്യുന്ന സമയത്ത് ആ കമ്പിയുടെ കമ്പനം അത് വീണയുടെ കുടത്തിനകത്തുള്ള വായുവിൽ ഉണ്ടാക്കുന്ന അനുനാദമാണ് നമ്മൾ വീണയുടെ ശബ്ദമായിട്ട് കേൾക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സ്വനവിജ്ഞാനം
എൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു തത്വമാണിത്.